മറ്റൊരു സഹോദരിയുടെ ചോദ്യമുള്ളത്, അറേഞ്ച്ഡ് മാരേജിൽ അറിയാത്ത ഒരാളോട് എങ്ങനെ ഇൻറ്റിമേറ്റ് ആകുക? ഒരു അറേഞ്ച് മാരേജിന് ശേഷം വളരെ ഇൻറ്റിമേസിയോട് കൂടി ഇടപെടാൻ കഴിയില്ലല്ലോ എന്നുള്ള ഒരു ആശങ്കയാണ്. അത് പൊതുവെ എന്താ വെച്ചാൽ ഈ വിവാഹപ്പേടിയിലെ പ്രധാനപ്പെട്ടൊരു പേടി ഇതാണ്. ഇപ്പോൾ ഈ പെൺകുട്ടികൾക്കൊക്കെ വിവാഹം പേടിയാണല്ലോ. വിവാഹത്തെ ഭയപ്പെടുന്നതിന് കുറേ കാരണങ്ങളുണ്ട്. ഒന്ന്, പരാജയപ്പെട്ട കുടുംബങ്ങളുടെ ചിത്രങ്ങൾ മനസ്സിലുണ്ടായിരിക്കും, അമ്മായിമ്മമാരുടെ പീഡനങ്ങളുടെ ചരിത്രങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും, ഭർത്താക്കന്മാരുടെ അധികാരത്തിന് കീഴിൽ അടിമകളായി ജീവിക്കേണ്ടി വരുന്നുള്ള ചില ധാരണകൾ, ഇങ്ങനെ പല പല ധാരണകളാണ് ഉണ്ടാവുന്നത്. ആ ധാരണകളിൽപ്പെട്ട ഒരു ധാരണയാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഈ കാര്യവും. എന്താ പറഞ്ഞ ഒരു അറേഞ്ച്ഡ് മാരേജ്. അപ്പോൾ എന്താ വെച്ചാൽ അവരുടെ ധാരണ എന്താ വെച്ചാൽ, നമ്മൾ അറേഞ്ച്ഡ് മാരേജിൽ കയറി ചെല്ലുമ്പോൾ എന്താണ്, തികച്ചും അപരിചിതനായ ഒരാൾ നമ്മുടെ റൂമിൽ കയറി വരല്ലേ, എന്തായിരിക്കും അവസ്ഥ എന്നാണ്. ഈ ധാരണ തന്നെ 100% തെറ്റാണ്. കാരണം ഇതെങ്ങനെയെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരാൾ വിവാഹം കാണാൻ വേണ്ടി വന്നു, നമുക്കാൾ ഇഷ്ടപ്പെട്ട് നിനക്കെന്നെ ഇഷ്ടമായോ? ആ, ഇഷ്ടമായി എന്ന് പറയുന്നതോടുകൂടെ നമ്മുടെ മനസ്സിൽ വരികയാണെന്ത്, ഇനി ജീവിതകാലം മുഴുവൻ ഇയാളാണ് എൻ്റെ ഭർത്താവ്, ഇയാളാണ് എൻ്റെ ഭാര്യ. ആ ചിന്ത വരുന്നതോട് കൂടെ എന്താ വെച്ചാൽ ഇവർക്ക് തമ്മിലൊരു ഭയങ്കരമായ അട്രാക്ഷൻ വന്നു. ഈ ആകർഷണീയത വരുമ്പോൾ എന്താ പറയുക, ഇവർക്ക് ഭയങ്കര ആഗ്രഹിക്കാനും കണ്ടുമുട്ടാൻ. ഈ കല്യാണത്തിനൊക്കെ ഡേറ്റ് നിശ്ചയിച്ചാൽ ആ ദിവസം ആയി കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, സ്വപ്നം കാണും. മനസ്സിലായി? അപ്പോൾ നമ്മൾ എത്രയോ വർഷങ്ങളായി കാത്തിരിക്കുന്ന ഒരാൾ വരുന്ന ഫീലിങ്ങും അതേ പരിചയമാണ് ആദ്യ രാത്രിയിൽ ഈ വധുവരന്മാർക്ക് ഉണ്ടാവുന്നത്. ഇത് വിവാഹം കഴിഞ്ഞവർക്ക് മാത്രം അറിയുന്നൊരു യാഥാർത്ഥ്യമാണ്. വിവാഹിതരാകാത്ത ആളുകളുടെ മനസ്സിൽ എന്താണ്, നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ ബോർഡിൻ്റെ അടുത്ത് കയറി ചെല്ലുമ്പോൾ ആരാ ഇൻ്റർവ്യൂവിൽ നിന്നില്ല നമ്മൾ ചെല്ലുമ്പോഴല്ല അറിയണത് എന്ന പോരത്തിലാണ് എന്ത് ചെയ്യണത് ഇവർ മനസ്സിലാക്കണം. തികച്ചും അത് തെറ്റല്ലേ. പിന്നെ നമ്മൾ വേറൊന്ന് ചോദിക്കുക, ലവ് മാരേജ് ആലോചിക്കാം. ലവ് മാരേജിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളെന്താ പറയുക, ഇവരെങ്ങനെ പരിചയപ്പെട്ടത്? ഇവരാദ്യഘട്ടത്തിൽ പരിചിതമായിരുന്നു. ഇവരും പരിചയമില്ലാത്തൊരു സമയമുണ്ടായിരുന്നില്ലേ? അതെ. പിന്നെ അവർ തമ്മിൽ പരിചയപ്പെട്ടതല്ലേ. ഈ പരിചയപ്പെടലിലൂടെയല്ലേ അവർ തമ്മിൽ പരിചിതരായത്. അപ്പോൾ എല്ലാറ്റിനും ഒരു അപരിചിതമായ സമയമുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പരിചയപ്പെടാൻ പറ്റുള്ളൂ. ഇവർ പ്രേമത്തിലൂടെ പരിചയപ്പെട്ടു, അവർ വിവാഹത്തിലൂടെ പരിചയപ്പെട്ടു. അത്ര മാത്രമേ പ്രശ്നമുള്ളൂ. പ്രേമത്തിലൂടെ പരിചയപ്പെടുമ്പോൾ ആരാണെന്ന് പോലും അറിയാതെ, മതമേതെന്നറിയാതെ, ജാതിയേതെന്നറിയാതെ, അയാൾ വല്ല കഞ്ചാവ് മാഫിയുടെ ആളാണെന്ന് പോലും അറിയാതെ പോയി പരിചയപ്പെടുന്നു. വിവാഹത്തിലോ എവിടെ നിന്ന് വരുന്നു, ആരാണ്, എന്താണ് മതം, എന്താണ് ചിന്താഗതി ഒക്കെ അറിഞ്ഞിട്ട് പരിചയപ്പെടുന്നു. അപ്പോൾ ഏതാ കുറച്ചുകൂടി സുരക്ഷിതം? സുരക്ഷിതനാണെന്ന് അറിയുന്ന ഒരാളെ പരിചയപ്പെടുന്നതാണോ, ഒരു നിലക്കും അറിവില്ലാത്തൊരാളെ പോയി പരിചയപ്പെടുന്നതാണോ കൂടുതൽ സേഫ്? സുരക്ഷിതമായി നമുക്ക് അറിയുന്ന ഒരാളെ പരിചയപ്പെടുന്നതല്ലേ. അപ്പോൾ അറേഞ്ച്ഡ് മാരേജും ആ പരിചയപ്പെടലുമാണ് ഏറ്റവും സുരക്ഷിതമായത്. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഒരു പ്രേമുണ്ടായി കുറേ മുന്നോട്ട് പോയി. അപ്പോൾ ഇവൻ്റെ ഓരോരോ ദുശ്ശീലങ്ങൾ ഇവൾ മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പോൾ ഇവളോട് ഇടയ്ക്കൊക്കെ പോകുമ്പോൾ പണം ചോദിക്കും, പൈസ ചോദിക്കും, അവളുടെ ഗോൾഡ് ചോദിക്കും. അപ്പോൾ ഇവളിങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോൾ ഇവരെന്താണ്, ഭയങ്കര മാരക ലഹരി ഉപയോഗിക്കുന്ന ആളാണ്. അപ്പോൾ ഇവൾ എന്ത് ചെയ്തു അറിയോ, ഇവനായിട്ട് എനിക്കൊരു ലൈഫ് മുന്നോട്ട് പോരാന്ന് കണ്ടപ്പോൾ ഇവനെ ബ്ലോക്കാക്കി. കാരണം പ്രേമിക്കുന്നവർക്കൊക്കെ പ്രേമിക്കുന്നവരെ പരിചയമാണെന്നാണ് ഇവിടുത്തെ വാദം. പരിചയപ്പെടുന്ന എപ്പോഴാണ്, പ്രേമം മൂർധന്യതയിലെത്തിയിട്ട്. അവളെന്ത് ചെയ്തു, ബ്ലോക്കാക്കിയപ്പോൾ ഇവന് പ്രതികാരമായി. അങ്ങനെ ഇവനെന്ത് ചെയ്യാണ്, ഓളെ കൊല്ലാൻ വേണ്ടി വന്നിരിക്കാൻ ഒരു സ്ഥാപനത്തേക്ക്. അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റിയൊക്കെ ഇവനെ വളഞ്ഞ് തടുത്ത് തൽക്കാലം അവളെ രക്ഷപ്പെടുത്തുക. ഇതാണ് പ്രേമത്തിലെ പരിചയം. ഒരു ഉദാഹരണം പറയാലേ നമുക്ക്. പരിചയമുള്ളവരെ എന്താ പ്രശ്നമല്ലല്ലോ എന്ന് പറയണം. എന്താ പ്രശ്നം? ഞാൻ സാധാരണഗതിയിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ഭാര്യനെ കൊല്ലാൻ അവളെവിടെ എനിക്ക് വിട്ടുണ്ടായി എന്നൊക്കെ പറയുന്ന കേസുകൾ നമ്മൾ വിവാഹത്തിൽ അപൂർവേ കാണുള്ളൂ. പക്ഷേ പ്രേമത്തിൽ ഈ കൊലപാതകം സ്ഥിരമല്ലേ. എത്ര കേസ് നമ്മൾ കാണും. ട്രെയിനിൻ്റെ മുന്നിലേക്ക് തള്ളിയിട്ടത്, തീ കൊളുത്തിയത്, ആരുമില്ലാത്ത സമയത്ത് വീട്ടിൽ പോയിട്ട് കുത്തി കൊന്നത്. ഇതൊക്കെ എന്താ കാണാൻ കാരണം? പരിചയമില്ലാത്ത ആളുകളെ പോയി എന്ത് ചെയ്യാണ്, പ്രേമിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായി എന്ത് ചെയ്യും, ആ പ്രേമം കുറേ മുന്നോട്ട് പോകുമ്പോൾ ഒരു അന്വേഷണം അല്ലാതെയല്ലേ
ഓൻ ഏത് പശ്ചാത്തലത്തിൽ നിന്ന് വന്നു, അവൻ്റെ വീട് എവിടെയാണ്, നാട് എവിടെയാണ്, കൂട്ടുകാരാണ്, ഒന്നും ചോക്കടില്ല. പിന്നെ കുറേ ആകുമ്പോഴാണ് ഇവന് വേറെ 2-3 ബന്ധങ്ങളുണ്ട്, ഇവന് വേറെ പരിപാടികളുണ്ട്, ലഹരി ഉണ്ടെന്ന് അറിയുമ്പോൾ ബ്ലോക്കാക്കാണ്. അപ്പോൾ പ്രതികാരമാവുകയാണ്, കൊല്ലുകയാണ്. ഇതൊക്കെ എന്താ പറയുക, ചില ആളുകൾ കൊടുക്കുന്ന തെറ്റായ ചില വിവരങ്ങൾ വെച്ചിട്ടുള്ള കമൻറ്റുകൾ മാത്രമാണ്. ഇതിനെ ശരിക്കും പരിശോധിക്കുമ്പോൾ ഈ പറയുന്നതൊക്കെ എന്താണ്, ഈ അവിഹിത ബന്ധങ്ങൾക്ക് വേണ്ടിയുള്ള ചില ന്യായങ്ങൾ മാത്രമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും.